ഹലോ ഫ്രണ്ട്സ്, ടെക്നിക്കിൻ്റെ മലയാളം ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നിർമ്മൽ. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഷവോമിൻ്റെ ഏറ്റവും പുതിയ മിഡ് റേഞ്ച് ഫോണായ ഷവോമി റെഡ്മി നോട്ട് 5 പ്രോ ആണ്. അപ്പോൾ ഷവോമി റെഡ്മി നോട്ട് 5 പ്രോ ഇന്നലെയാണ് ഷവോമി അനൗൺസ് ചെയ്തത്. ഇതൊരു പുതിയ വേരിയൻ്റ് ആണ്. ഇത് ഗ്ലോബൽ ലോഞ്ചാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഫസ്റ്റ് ടൈമാണ് ഈ സ്മാർട്ട് ഫോൺ ഗ്ലോബലി അനൗൺസ് ചെയ്യുന്നത്. അതും ഇന്ത്യയിലാണ് അനൗൺസ് ചെയ്യുന്നത്. സാധാരണ ഷവോമി ഫോൺസ് എല്ലാം ഫസ്റ്റ് ചൈനയിലാണ് അനൗൺസ് ചെയ്യാറ്, പിന്നീട് അത് ഇന്ത്യയിൽ വരാറാണ്. പക്ഷേ ഇതൊരു ഗ്ലോബൽ ലോഞ്ചാണ്. അതുകൊണ്ട് തന്നെ ഈ ഫോണിന് ഒരുപാട് ഫീച്ചേഴ്സും ഹൈലി പവർ പാക്ഡ് ഡിവൈസാണ്. കുറേ അധികം സ്പെസിഫിക്കേഷൻസും നല്ല കുറേ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യം നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ 13,999 ആണ് പ്രൈസിങ്. അതായത് 14,000 രൂപയാണ്. അതിൽ 4 GB റാമും 64 GB സ്റ്റോറേജുമാണ് വരുന്നത്. പിന്നെ വരുന്ന ഒരു വേരിയൻറ്റ് 16,999 അഥവാ 17,000 രൂപ. അതിന് വരുന്നത് 6 GB റാമും 64 GB സ്റ്റോറേജുമാണ്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് സ്മാർട്ട് ഫോണാണ്. ഷവോമീൻ്റെ റെഡ്മി സീരീസിൽ 6 GB റാം വെച്ച് വരുന്ന ഫസ്റ്റ് സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഇത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് ബോക്സ് പാക്ക്. ഷവോമി നോട്ട് 5 പ്രോ എന്ന് പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ബാക്കിലൊന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. ഇതിന് വേറൊരു സവിശേഷത എന്ന് വെച്ചാൽ ഇത് സ്നാപ്ഡ്രാഗൺ 636 ചിപ്സെറ്റാണ് വരുന്നത്. അത് വേൾഡ്സ് ഫസ്റ്റ് സ്നാപ്ഡ്രാഗൺ 636 എനേബിൾഡ് ഡിവൈസാണ്. അതായത് 636 ഒരു 40% ഇമ്പ്രൂവ്മെൻറ്റ് ഓവർ 630 ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു പവർഫുൾ ചിപ്സെറ്റാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. കൂടാണ്ട് തന്നെ ഇതിൽ ഡുവൽ ക്യാമറയും ഇൻക്ലൂഡഡ് ആണ്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ മേളിൽ റെഡ്മി നോട്ട് 5 പ്രോ കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ഇതിൻ്റെ ക്യാമറയാണ്. ഇതിൽ ഡുവൽ ക്യാമറയാണ് വരുന്നത്. റെഡ്മി സ്മാർട്ട് ഫോണിൻ്റെ ആദ്യത്തെ ഡുവൽ ക്യാമറയാണ്. 12ഉം 5 മെഗാ പിക്സലിൻ്റെ ഡുവൽ ക്യാമറയാണ് വരുന്നത്. ഡുവൽ LED ഫ്ലാഷ്, ഫിംഗർ പ്രിൻറ്റ് സ്കാനറും കൊടുത്തിട്ടുണ്ട്. പവർ ആൻഡ് വോളിയം കീ റൈറ്റ് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തെ പാനലാണെങ്കിൽ മൈക്രോ USB ചാർജിങ് സ്ലോട്ടും സ്പീക്കർ യൂണിറ്റും 3.5mm ഓഡിയോ ജാക്കുമാണ് കൊടുത്തിരിക്കുന്നത്. മേളിലാണെങ്കിൽ IR ബ്ലാസ്റ്ററാണ്. ലെഫ്റ്റ് സൈഡിലാണെങ്കിലോ സിം ട്രേ ആണ്. ഇത് ഹൈബ്രിഡ് സിം കാർഡ് സ്ലോട്ടാണ്. അതുകൊണ്ട് തന്നെ മൈക്രോ SD കാർഡ് യൂസ് ചെയ്യണമെങ്കിൽ ഒരു സിം കാർഡേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൽ വരുന്നത് 5.99 ഇഞ്ച് ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. നമുക്ക് ഡിവൈസിലേക്ക് വരാം. അതിനു മുമ്പ് നമുക്ക് ബോക്സിനകത്ത് എന്തൊക്കെ വരുന്നു നോക്കാം. അതിനകത്ത് വരുന്നത് ഒരു കേസാണ് വരുന്നത്. ഒരു സിലിക്കോൺ കേസാണ് വരുന്നത്. ഒരു നല്ല ക്വാളിറ്റിയാണ്. ഫസ്റ്റ് ടൈമാണ് ഷവോമി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു കേസ്. അപ്പോൾ അത്യാവശ്യം ഡീസൻറ്റ് പ്രൊട്ടക്ഷൻ തരുന്ന ഒരു കേസാണ് വരുന്നത്. പിന്നെ വരുന്നത് വാറണ്ടി ഇൻഫർമേഷനും ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡുമാണ് വരുന്നത്. ഇതിനകത്ത് കാണാം. നമുക്ക് ഹൈബ്രിഡ് സിം കാർഡ് സ്ലോട്ട് കാണാം. പിന്നെ ഇതിനകത്ത് ചാർജറാണ് വരുന്നത്. ചാർജറിൻ്റെ റേറ്റിംഗ് ഒന്ന് നോക്കാം. ഇത് വരുന്നത് 5 വോൾട്ട് 2 ആംപിയർ ആണ് ചാർജ് ചെയ്യുന്നത്. അത് സ്റ്റാൻഡേർഡ് ചാർജിങ് ആണ്. പിന്നെ വരുന്നത് ഒരു USB സ്ലോട്ടാണ്. ചാർജിങ് ഡേറ്റ സിങ്കിങ് കേബിളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് ഒരു സിം ഇജക്റ്റർ പിന്നാണ്. അപ്പോൾ ഇത്രയായിരുന്നു ബോക്സിന് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് നോക്കാം. അപ്പോൾ ഇതാണ് ഷവോമി റെഡ്മി നോട്ട് 5 പ്രോ. ഇതിൽ വരുന്നത് 5.99 ഇഞ്ച് ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ 2.5D ഗ്ലാസ്സും ആണ്. കോർണിംഗ് ഗോറില്ല ഗ്ലാസ് സപ്പോർട്ടും ഉണ്ട്. നല്ലൊരു കളർ ക്വാളിറ്റിയാണ് വരുന്നത്. വ്യൂയിങ് ആംഗിൾസും നല്ല അതാണ് വരുന്നത്. പിന്നെ നല്ല കളർ റീപ്രൊഡക്ഷനാണ് വരുന്നത്. ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്താണ്. ഇനി നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയറിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ ഇതിനകത്ത് പവർ ചെയ്യുന്നത് MIUI ആണ്. പിന്നെ വരുന്നത് Nougat 7.1.1 ആണ് വരുന്നത്. ഒരു അപ്ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ CPU വരുന്നത് സ്നാപ്ഡ്രാഗൺ 636 ഒക്ടകോർ ചിപ്സെറ്റാണ്. ക്ലോക്ക്ഡ് അറ്റ് 1.8 GHz ആണ്. റാം ആണ് 4 GB റാമും 64 GB സ്റ്റോറേജുമാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് വേറൊരു വേരിയൻ്റ് ഉണ്ട്. 6 GB റാമുള്ള വേരിയൻ്റ് ഉണ്ട്. നമ്മുടെ കയ്യിലുള്ളത് 4 GB റാമാണ്. അപ്പോൾ ഇതായിരുന്നു സോഫ്റ്റ്വെയർ ആസ്പെക്റ്റ്. പിന്നെ സോഫ്റ്റ്വെയർ നമ്മൾ പറയാണ്ട് തന്നെ അറിയാം നിങ്ങൾക്ക്. ഷവോമീൻ്റെ സോഫ്റ്റ്വെയറിൽ ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഡ്യുവൽ ആപ്സ്, ആപ്പ് ലോക്ക്, തീം സപ്പോർട്ട്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതെല്ലാം തന്നെ ഇതിനകത്തും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡുവൽ ക്യാമറയാണ്. ഇതിൽ വരുന്നത് ഒരു 12 മെഗാ പിക്സൽ പ്രൈമറി ക്യാമറയും 5 മെഗാ പിക്സൽ സെക്കൻഡറി ക്യാമറയാണ്. ഡുവൽ ടോൺ ഡ്യുവൽ LED ഫ്ലാഷ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ഉണ്ട്. ലോഗോ കാണാം. പിന്നെ ഫ്രണ്ട് പാനലാണെങ്കിൽ ഇതിലൊരു 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഷവോമി ഫോൺസ് പൊതുവേ ക്യാമറയ്ക്ക് ഫ്രണ്ട് ക്യാമറയ്ക്ക് അത്ര ഒരു മുൻതൂക്കം കൊടുക്കാറില്ല. പക്ഷേ ആദ്യമായിട്ടാണ് ഷവോമി ഒരു അടിപൊളി ക്യാമറ എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. 20 മെഗാ പിക്സൽ ക്യാമറ ഇൻ്റർഫേസ് ഒന്ന് നോക്കാം നമുക്ക്. ക്യാമറ ഇൻ്റർഫേസിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ മോഡ്സ് എല്ലാം മേളിൽ നിന്നാണ് എടുക്കേണ്ടത്. പിന്നെ ഷോർട്ട് വീഡിയോ, പോർട്രേറ്റ്, സ്ക്വയർ മോഡ്, അങ്ങനെ പല മോഡ്സും ഇൻക്ലൂഡഡ് ആണ്. വളരെ ഫാസ്റ്റായ ഒരു ഇൻ്റർഫേസുമാണ് കൊടുത്തിരിക്കുന്നത്.
കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുത്ത കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ക്യാമറയാണ് റെഡ്മി നോട്ട് 5 പ്രോ പ്രൊവൈഡ് ചെയ്യുന്നത്. റിയർ ക്യാമറയിൽ നല്ല പെർഫോമൻസ് ആണ്. ബൊക്കെ മോഡും പോർട്രേറ്റ് മോഡും നല്ലൊരു ക്വാളിറ്റിയുള്ള ഷോട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വിശദമായ ക്യാമറ സാമ്പിൾസ് പിന്നീട് റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായി പറയുന്നതാണ്. പക്ഷേ ഓവറോൾ നമ്മളുടെ ഫസ്റ്റ് ഇംപ്രഷൻസിൽ ക്യാമറ നല്ലൊരു ക്വാളിറ്റി തരുന്ന ക്യാമറയാണെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. പക്ഷേ ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് നമുക്ക് തോന്നിയത് സെൽഫി ക്യാമറയാണ്. വളരെ മനോഹരമായ സെൽഫീസും ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്ത പോർട്രേറ്റ് സെൽഫീസും വളരെ നല്ലൊരു ക്വാളിറ്റിയാണ് വരുന്നത്. എഡിറ്റ് ഡിറ്റക്ഷൻ ആണെങ്കിലും വളരെ മനോഹരമായിട്ട് ഷോമി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്യാമറ ഇതിൻ്റെ ഡെഫിനറ്റ് ആയിട്ടും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയ ക്യാമറ റിവ്യൂവിന് നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് 4000 mAh ബാറ്ററിയാണ്. ബാറ്ററി പെർഫോമൻസും തീർച്ചയായും നല്ലതായിരിക്കും എന്നാണ് നമുക്കൊരു വിശ്വാസം. കാരണം 4000 mAh ബാറ്ററിയും സ്നാപ്ഡ്രാഗൺ 636ഉം കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ബാറ്ററി പെർഫോമൻസ് ഓവറോൾ മോർ ദാൻ 1 ഡേ എന്താണെങ്കിലും കിട്ടുന്നതാണ് നമ്മുടെ ഒരു വിശ്വാസം. ഡീറ്റെയിൽഡ് റിവ്യൂവിൽ നമ്മൾ അതിനെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഷോമി റെഡ്മി നോട്ട് 5 പ്രോനെ കുറിച്ചുള്ള ഒരു അൺബോക്സിങ്ങും ഒരു ക്യൂക്ക് ഹാൻഡ്സ് ഓണുമാണ് നമ്മൾ ചെയ്തത്. ക്യാമറ സാമ്പിൾസും പ്രൊവൈഡ് ചെയ്തായിരുന്നു. ഈ ഫോൺ ഫ്ലിപ്കാർട്ടിലാണ് അവൈലബിൾ. 2 വേരിയൻ്റാണ്, നേരത്തെ പറഞ്ഞ പോലെ 4GB റാം അല്ലെങ്കിൽ 6GB റാം. രണ്ടിലും 64GB സ്റ്റോറേജ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇത് അവൈലബിലിറ്റി Feb 22 ഫ്ലിപ്കാർട്ടിൽ സെയിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. Feb 22 ഫസ്റ്റ് സെയിൽ ഫ്ലിപ്കാർട്ടിൽ വരുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഒരു അൺബോക്സിങ്ങും ക്വിക്ക് ഹാൻഡ്സ് ഓണും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസുമായി നമ്മൾ വരുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.